നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ കർഷകർ എല്ലാവരും പശുവിനെ വളർത്തുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പോൾ പശുവിനെ വളർത്തുമ്പോൾ എങ്ങനെ നല്ല ഇനം പശുവിനെ തിരിച്ചറിയാം? ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എങ്ങനെ നല്ല ഇനം പശുക്കളെ തിരിച്ചറിയാൻ പറ്റും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആരോഗ്യമുള്ള പശുവിനെ എങ്ങനെ തിരിച്ചറിയാം? കണ്ണും മൂക്കും ചർമ്മവും നൽകുന്ന സൂചനകൾ. പശുവിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്വീകരിക്കേണ്ട ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ഘട്ടം ശരിയായ തിരഞ്ഞെടുപ്പ് രീതിയാണ്. ക്ഷീരോത്പാദനത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യവും ഇതുതന്നെയാണ്. ഒരു കറവ പശുവിനെ തിരഞ്ഞെടുക്കുന്നതിന് ഇനി പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ ഫലപ്രദമാകും. ജനുസ്: നാടൻ പശുക്കളല്ലാതെ വിദേശ ഇനങ്ങളിൽപ്പെട്ട അനേകം പശുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. നാടൻ ഇനങ്ങൾക്ക് പാലുൽപാദനം കുറവാണെങ്കിലും രോഗപ്രതിരോധ ശക്തി കൂടുതലാണ്. വിദേശ ഇനങ്ങൾക്ക് പാലുൽപാദനം വളരെ കൂടുതലാണെങ്കിലും രോഗപ്രതിരോധ ശക്തി പൊതുവെ കുറവാണ്. അതുകൊണ്ട് 50% വിദേശ പാരമ്പര്യമുള്ള സങ്കര ഇനം മൃഗങ്ങളാണ് വീടുകളിൽ വളർത്താൻ യോജിച്ചത്. പാലുൽപാദനം കൂട്ടാൻ ഉൽപാദനക്ഷമതയുള്ള വിത്ത് കാളയുടെ ബീജം മാത്രം ഉപയോഗിച്ച് ആധുനിക സാങ്കേതിക മാർഗങ്ങൾ വഴി കന്നുകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് ശാസ്ത്രീയമായി വളർത്തിയതാണോ എന്നുകൂടി പരിശോധിക്കണം. കൊഴുപ്പ് പ്രോട്ടീൻ ഇവ മാത്രം കൂട്ടാൻ തുനിഞ്ഞാൽ പാലുൽപാദനം വളരെ കുറയും. പാലുൽപാദനക്ഷമതയുള്ള വിത്ത് കാളയുടെ ബീജം ഉപയോഗിക്കുന്നതിലൂടെ ഉൽപാദനം മാത്രമല്ല കൊഴുപ്പിൻ്റെയും പ്രോട്ടീൻ്റെയും അളവും കൂടും. ഇത് പരിശോധിക്കണം. അടുത്തത് കുളമ്പും കാലുകളും കുളമ്പും ദൃഢമേറിയതായിരിക്കണം. കുളമ്പുകൾ തറയിൽ ബലമായി ഉറപ്പിച്ച് വെക്കുന്നതും കാലുകൾ നിവർന്നു നിൽക്കുന്നതുമാകണം. വശങ്ങളിലേക്ക് ചെരിഞ്ഞ് നടക്കുന്നവയാകരുത്. നല്ല അകിടുണ്ടെങ്കിൽ കാലുകൾക്ക് ബലമില്ലാത്തവയെ ഒഴിവാക്കണം. അടുത്ത ശരീരഘടന: വീതിയേറിയ നെഞ്ചും നീണ്ട ശരീരവും വേണം. ദഹനാവയവങ്ങളിൽ പ്രധാനപ്പെട്ട ആമാശയത്തിലെ ഒന്നാം അറയായ റൂമന് ധാരാളം സ്ഥലം ലഭിക്കണമെങ്കിൽ ദഹനപ്രക്രിയ സുഗമാക്കുകയും പാലുൽപാദനം കൂടുകയും ചെയ്യും. കഴുത്ത് മെലിഞ്ഞതായിരിക്കണം. മേൽത്താടിയും മൂക്കും വീതി ഉള്ളതും ദൃഢവും ആയിരിക്കണം. ധാരാളം ഭക്ഷണം കഴിക്കാനും അയവിറക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു. മുൻകാലുകൾക്ക് അകലം വേണം. ഇതുകൊണ്ട് നെഞ്ചിനകത്തുള്ള അവയവങ്ങൾക്ക് ധാരാളം സ്ഥലം ലഭിക്കും. കൂടാതെ രക്തചംക്രമണം സുഗമമാക്കുകയും ചെയ്യുന്നു. 2 വിരലുകളെങ്കിലും കടക്കത്തക്കതായിരിക്കണം വാരിയെല്ലുകളുടെ അകലം. 3 വിരൽ അകലമുണ്ടെങ്കിൽ ഉൽപാദനക്ഷമത വളരെ കൂടുതലായിരിക്കും. അകിട് വിസ്താരമുള്ളതും മാർദ്ദവുമുള്ളതാകണം. തൂങ്ങി നിൽക്കരുത്. സെൻട്രൽ ലിഗമെൻ്റ് ഉറപ്പുമുള്ളതും അകിടിൽ ഭദ്രമായി ഘടിപ്പിച്ചതുമാകണം. വയറിനോട് നന്നായി ചേർന്നിരിക്കണം. അകിടിൻ്റെ തൊലിയിൽ രക്തക്കുഴലുകളുടെ നല്ല ശൃംഖല ഉണ്ടായിരിക്കണം. പാലുൽപാദനം കൂട്ടാൻ ഉപകരിക്കുന്നതാണ് മാമറി വെയിൻ. ഇത് മടക്കമുള്ളതും പ്രത്യക്ഷത്തിൽ കാണാത്തതും നന്നായി സ്പർശിക്കാൻ പറ്റിയതും കട്ടി കൂടിയതുമാകണം. മുലക്കണ്ണ് അകിടിൻ്റെ 4 പാദങ്ങളുടെയും മധ്യത്തിലാകേണ്ടത്. ഇവയുടെ വലിപ്പം എല്ലാം ഒരുപോലെയും ആയിരിക്കണം. പാലുൽപാദനക്ഷമത: ഭുജത്തിൻ്റെ അഗ്രം കൂർത്തതായിരിക്കണം. പരന്നതും വീതിയുള്ളതും ആയിരിക്കരുത്. തുടയിലെ എല്ല് പരന്നതും മൃദുത്വമുള്ളതുമാകണം. ദൃഢമേറിയതും പരുക്കനുമായിരിക്കരുത്. വാൽ നീണ്ടതും മെലിഞ്ഞതും ആയിരിക്കണം. നീളം കുറഞ്ഞതും തടിച്ചതും ആയിരിക്കരുത്. 1ാമത്തെയും 2ാമത്തെയും പ്രസവത്തിലായിരിക്കണം പശുവിനെ തിരഞ്ഞെടുക്കേണ്ടത്. 5 പ്രസവം കഴിഞ്ഞതിൻ്റെ ഉൽപാദനക്ഷമത കുറയും. തുടർച്ചയായ കറവയുടെ രേഖകൾ നോക്കി ശരാശരി പാലിൻ്റെ അളവ് മനസ്സിലാക്കാം. ചില നിരീക്ഷണങ്ങൾ: പശുവിൻ്റെ നിൽപ്പ്, നടപ്പ്, കിടപ്പ്, തീറ്റയെടുക്കുന്ന രീതി എന്നിവ നോക്കി ഇവ ആരോഗ്യമുള്ളതാണോ എന്ന് തിരിച്ചറിയാം. തല കുനിച്ച് നിൽക്കുക, കൂട്ടം തെറ്റി നടക്കുക, വിശപ്പില്ലായ്മ, അയവെട്ടാതിരിക്കുക എന്നിവ അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളായി കണക്കാക്കാം. ചർമ്മം: ആരോഗ്യമുള്ളവയുടെ ചർമ്മം മൃദുലവും വലിച്ചാൽ പെട്ടെന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതുമായിരിക്കും. കഴുത്തിൻ്റെ ഭാഗത്തുള്ള ചർമ്മം പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് വലിച്ചു നോക്കാം. ഉണങ്ങിയ പരിപരുത്ത ചർമ്മം, എഴുന്നു നിൽക്കുന്നതും കുഴിയുന്നതും തിളക്കമില്ലാത്തതുമായ രോമം എന്നിവ അനാരോഗ്യ ലക്ഷണങ്ങളാണ്. രോമമില്ലാത്ത ഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഫംഗസ് രോഗമോ ചെള്ള്, പേൻ എന്നീ ബാഹ്യപരാത രോഗബാധയോ ആകാം. കണ്ണ്: ആരോഗ്യമുള്ളവയ്ക്ക് തിളക്കമുള്ള കണ്ണുകളായിരിക്കും. നിറം മാറിയതോ കുഴിഞ്ഞ് തൂങ്ങിയതോ വെള്ളമൊലിക്കുന്നതോ പഴുപ്പ് നിറഞ്ഞതോ ആയ കണ്ണുകൾ കാണുന്നെങ്കിൽ അവ അസുഖമുള്ളതായിരിക്കാം. മൂക്ക്: എപ്പോഴും നനവുള്ളതായിരിക്കണം. ഈർപ്പരഹിതമായി കാണുന്നുണ്ടെങ്കിൽ അത് രോഗലക്ഷണമായി കണക്കാക്കാം. ശ്വാസതടസ്സം, ചുമ, അസാധാരണ ശബ്ദം എന്നിവയും ശ്രദ്ധിക്കണം. ചാണകവും മൂത്രവും: ചാണകം അധികം അയവില്ലാതെ മുറുകിയതായിരിക്കണം. കഫം, രക്തം, കുമിളകൾ എന്നിവ കണ്ടാൽ വിരബാധയാണെന്ന് സംശയിക്കാം. മൂത്രം തെളിഞ്ഞതും ഇളം മഞ്ഞ നിറത്തിലുമായിരിക്കും സാധാരണയായി കാണുന്നത്. കടുമഞ്ഞ നിറത്തിലോ ഇരുണ്ടതോ ചുവന്നതോ കട്ടൻ കാപ്പി നിറത്തിലോ ആണ് കാണുന്നതെങ്കിൽ ഇത് ചില രോഗലക്ഷണങ്ങളാകാം. പാലിൻ്റെ അളവ്, നിറം, ഗുണം, വ്യത്യാസം എന്നിവ മനസ്സിലാക്കിയിരിക്കണം. രക്തത്തിൻ്റെ അംശം, ചാരനിറം, മഞ്ഞ നിറം, ഉപ്പുരസം, കട്ടകൾ എന്നിവ കണ്ടാൽ അകിട് സംബന്ധമായ അസുഖങ്ങൾ സംശയിക്കാം. ഈറ്റത്തിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ ശ്രദ്ധിക്കണം. മുട്ടയുടെ വെള്ളക്കരു പോലെയുള്ള കൊഴുത്ത സ്രവം മതിലക്ഷണമായിരിക്കാം. എന്നാൽ പഴുപ്പ്, രക്തം എന്നിവ കലർന്ന സ്രവമാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ സംശയിക്കാം. രജിസ്റ്ററുകൾ: വീടുകളിലാണെങ്കിലും ഫാമുകളിലാണെങ്കിലും വളർത്തുന്ന പശുക്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇത് ഉപകരിക്കും. ഇതിൽ ജനന തീയതി, ബീജസങ്കലനം നടത്തിയ തീയതി, ഉപയോഗിച്ച ബീജത്തിൻ്റെ വിവരങ്ങൾ, ആദ്യ പ്രസവത്തിലെ പ്രായം, പ്രസവിച്ച തീയതികൾ, പ്രസവങ്ങൾ തമ്മിലുള്ള അകലം, ഓരോ ദിവസത്തെയും പാലിൻ്റെ അളവ്
എന്നിവ രേഖപ്പെടുത്തണം. കൂടാതെ കന്നുകുട്ടികളുടെ ഭാരം, പശുക്കളുടെ ഭാരം, രോഗവിവരങ്ങൾ എന്നിവയും ചേർക്കണം. പശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തള്ളപ്പശുവിൻ്റെ മാത്രമല്ല അതിൻ്റെ മുൻ തലമുറയുടെയും പാലുൽപാദനം വിലയിരുത്തണം. കൂടാതെ ബീജസങ്കലനത്തിനായി ഉപയോഗിച്ച വിത്ത് കാളയുടെ തള്ളപ്പശുവിൻ്റെയും അതിൻ്റെ മുൻ തലമുറയുടെയും പാലിൻ്റെ അളവിൻ്റെ സ്ഥിതി വിവരങ്ങൾ അറിയിക്കുന്നത് നന്നായിരിക്കും. മുൻ തലമുറക്കാരുടെ ഉൽപാദനക്ഷമത കൂടുതലാണെങ്കിൽ അതിൻ്റെ പിൻതലമുറക്കാരായ പശുക്കളുടെ പാലുൽപാദനവും കൂടിയിരിക്കും. അതിന് ഇതുപോലെയുള്ള രജിസ്റ്ററുകൾ ഉപകരിക്കും. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് പശുവിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.